ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ മഴ തോരും മുൻപേയില് ഇന്ന് സ്റ്റാൻലി ജോസഫിനെ കാണാൻ വരുവാണല്ലോ. അങ്ങനെ വീട്ടിന് മുറ്റത്തെത്തുന്നു. ആന്റപ്പൻ എന്നൊരാള് നമ്മുടെ സ്റ്റാൻലിയോട് പറഞ്ഞിട്ട് ബാലേന്ദ്രനെ ഉള്ളിലേക്ക് കയറ്റാണ് കേട്ടോ. അങ്ങനെ അയാളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുക. അന്നേരം നമ്മുടെ ബാലേന്ദ്രൻ ചോദിക്കും, ഇവിടെ നായ്ക്കളെ വിൽപ്പനയും വാങ്ങിക്കലൊക്കെ ഉണ്ടോന്ന്. വാങ്ങിക്കും, വളർത്താൻ വേണ്ടിയിട്ട്, വിൽക്കാൻ വേണ്ടി വാങ്ങിക്കാറില്ല എന്ന് സ്റ്റാൻലി പറയുന്നു. എന്നിട്ട് പറയും, നായ്ക്കൾ നന്ദിയുള്ളവരാണ് മിസ്റ്റർ, ചതിക്കില്ല എന്ന് പറയുമ്പോ നമ്മുടെ ബാലേന്ദ്രനല്ലേ ആള്, അതെ ചതിക്ക. അങ്ങനെ വഞ്ചന ഉള്ളിൽ വെച്ച് സ്നേഹം അവറ്റകൾ പുറത്ത് കാണിക്കാറില്ല. മനുഷ്യരോട് ഇത്രയും സ്നേഹം ഉള്ള മറ്റൊരു ജീവികൾ ഈ ഭൂലോകത്തില്ല എന്നൊക്കെ സ്റ്റാൻലി പറയുമ്പോൾ മനുഷ്യർ ചതിക്കും, എനിക്കറിയാന്ന് മാത്രാട്ടോ നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നേ. വിശ്വാസവഞ്ചന കാണിക്കും, പല്ലിറക്കിക്കൊണ്ട് ചിരിക്കും എന്നൊക്കെ പറയുമ്പോൾ സ്റ്റാൻലി പറയും, എക്സാക്ട്ലി യു ആർ കറക്റ്റ് എന്ന്. എന്നിട്ട് ബാലേന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറയും, എനിക്കൊരു പെൺകുട്ടിയെ അറിയാം, എനിക്ക് അതിശയം തോന്നാ സ്റ്റാൻലി ജോസഫ്, നിങ്ങളെ പോലെ തന്നെ നായ്ക്കളെ അവൾക്കും ഭയങ്കര ഇഷ്ടാ. അവൾ വിളിച്ച ഏത് തെരുവ് പട്ടിയെ പോലും ഓടി വരും. റോഡിലൂടെ അവൾ നടന്നു പോകുമ്പോൾ പോലും തെരുവ് നായ്ക്കൾ അവളെ കണ്ട് എവിടെ പോകുന്നു എന്ന് ചോദിക്കും. എന്നും കൂടെ പറയുമ്പോൾ സ്റ്റാൻലി അങ്ങ് ചിരിക്കും ട്ടോ. ശരിക്കും നമുക്ക് അങ്ങനെ തോന്നും. ചില നായ്ക്കൾ അവളോടൊപ്പം കൂടെ പോവുകയും ചെയ്യും. ഒരിക്കൽ മുറിവ് പറ്റി അവശയായ അവളെ രക്ഷിച്ചതുപോലെ ഒരു നായ, അടുത്ത വീട്ടിലെ ഡോക്ടറുടെ നായ. താങ്കൾ പറഞ്ഞതുപോലെ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് ഞാൻ, അങ്ങനെ നടന്നിട്ടുണ്ടെന്ന് സ്റ്റാൻലി പറയുന്ന നേരം താങ്കൾ പറഞ്ഞ ആ പെൺകുട്ടി നായ്ക്കളെ വളർത്തുന്നുണ്ടോ എന്നാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ ബാലേന്ദ്രൻ ഒരു ചിരിയോട് കൂടിയിട്ട് പറയും, ഇല്ല, അവളുടെ അമ്മയ്ക്ക് നായ്ക്കളെ ഇഷ്ടല്ല. ഇനി നിങ്ങൾ വരുമ്പോൾ അവളെയും കൂട്ടിയിട്ട് വരണം. ഇവിടെയുള്ള നായകളെ കാണുമ്പോൾ അവൾക്കും സന്തോഷമാവട്ടെ എന്നങ്ങ് പറഞ്ഞു നമ്മുടെ ബാലേന്ദ്രൻ പറയും, അതെ, അവളെ കൊണ്ടുവരുന്ന കാര്യം സംസാരിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ വന്നേനെ. അന്നേരം സ്റ്റാൻലിയുടെ ഭാവം അങ്ങ് മാറൂട്ടോ. അല്ല, നിങ്ങളെ ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. ആന്റപ്പം ഇവിടെ വന്ന് പറഞ്ഞു ബാലേന്ദ്രൻ എന്നൊരാൾ വന്നിട്ടുണ്ട് കാണാൻ, അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിളിച്ചു, അല്ലാതെ ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. എവിടെയാ നിങ്ങളുടെ വീട് എന്ന് ചോദിക്കുമ്പോൾ പാലായിൽ എന്ന് പറയും. എന്നിട്ട് സ്റ്റാൻലി ഒന്ന് ഓർത്ത് നോക്കിയിട്ട് പറയും, അവിടെ റബ്ബർ എസ്റ്റേറ്റ് ആണോ? അല്ല, എനിക്ക് വേറെ ബിസിനസ്സാ, ജ്വല്ലറി, ജൗളിക്കട എന്നൊക്കെ പറയുമ്പോൾ ആൾക്കത്ര വേണ്ടത്ര പരിചയം ഇല്ലാത്ത മതിരി നിൽക്കൂട്ടോ. അന്നേരം ഇങ്ങനെ ഗംഗാധരനെ കുറിച്ച് സംസാരിക്കുന്നു. അവിടുത്തെ കാര്യമൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഇയാളുടെ മുഖഭാവം മാറുന്നു. അങ്ങനെ അന്ന് പല കാര്യങ്ങളും നടന്നു കാണും എന്നൊക്കെ പറയുന്നു. അന്നൊരു പെൺകുട്ടിയെ അറിയുമോ നിങ്ങൾക്ക്, ഗംഗാധരന്റെ പെങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്റ്റാൻലി ഇങ്ങനെ ഓർക്കുന്നതായിട്ട് കാണിക്കുന്നു. അവളുടെ പേര് നിങ്ങൾക്കറിയോ? ശരിക്കും പറഞ്ഞാൽ കൈതക്കൽ മാളിക വീട്ടിൽ വൈജയന്തി എന്നങ്ങ് പറഞ്ഞതും നമ്മുടെ സ്റ്റാൻലി ഒരു ഞെട്ടലോടെ ഇങ്ങനെ ബാലേന്ദ്രനെ നോക്കുന്ന അകത്തോടു കൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ.